കുഞ്ഞാപ്പ് സ്കൂളത്തെ കുറ്റത്തിലാട്ടിക്കണോ ആ മാഷ് വിളിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ വരാം. മാഷ എല്ലാ കുട്ടികളും പോയില്ല മാഷ, ഞാനും പോട്ടെ. നീ അവിടെ നിന്റെ ഉപ്പാനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നിന്റെ ഉപ്പ വന്നിട്ട് പോയാ മതി. ഇപ്പൊ വരില്ല. അതെന്താ ഉപ്പ വന്നാല് വേണ്ട വേണ്ട. എടുത്തോറി ട്രൗസർ കൂടി പാത്തിട്ടുണ്ടാവും. മാഷ ഇപ്പച്ചി എന്തേ അതൊന്നല്ലല്ലോ. എന്തേ പ്രശ്നം? നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. ആ ആയിക്കോട്ടെ. പറയല്ലേ ഉപ്പാനെ കുറിച്ച് 2 വാക്ക് എഴുതാൻ പറഞ്ഞിട്ട് അവനെ എഴുതി വെച്ചത് നോക്കി. എന്താ ഗതിയാണ്? എനിക്ക് പഠിച്ച് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ ഇപ്പാന്റെ കുടം ഞാൻ വെട്ടും. കൊമ്പങ്ങാട് പോയിന്റെ കുടം വെട്ടാൻ മാത്രമായി. അതിന് ആ കടം വീട്ടുന്നാണ് ഇപ്പൊ ചെയ്തത്. ഇത് കുടിച്ചാൽ മാഷെ വരാത്തില്ല. അത് ഇപ്പച്ചിയെ അത് മാത്രല്ല കോയക്ക, മുട്ടെടുത്ത 4 ജീവികളുടെ പേര് പറയാൻ പറഞ്ഞിട്ട് ഇവൻ എന്താ പറഞ്ഞത് ചോദിച്ചു നോക്കി. ഏത് മുട്ടണ ജീവികളെ പേര് പറഞ്ഞു? കാദർ മാഷ്, ഔക്കുറിഞ്ഞി മാഷ്, ഖദീജ ടീച്ചർ, വനജ ടീച്ചർ. ഓലൊക്കെ എനിക്ക് മുട്ട തരല്. ഓലാണ് നോട്ട് പുസ്തകത്തിൽ മുട്ടിട്ടെന്നെ ആൾക്കാർ. മാഷേ അടുത്തിൽ നിങ്ങളെ ഒരു മാർക്ക് കൊടുത്തോണ്ടു, അല്ലെങ്കിൽ നിങ്ങളും മുട്ടണ ജീവിയേക്കാർ. ഓൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്നുള്ളതെന്ന് ചോദിച്ചു നോക്കി. ആ അയച്ചറിയാ കൊല്ലും മീനാട്ടി അയല്ലേ. അല്ല പച്ചേ പിന്നെതാ ജനഗണമന. അതെത്താ അത് പാടിയ സ്കൂളിൽ വേഗം വിടും. തന്നെ പറഞ്ഞാ മനസ്സിലാവില്ല. ഞങ്ങളെ കളി ഒലക്കാണ് എന്താ ചങ്ങായ സമനില കുടിച്ചാ കളി. അതിനൊക്കെ ഞങ്ങൾ എന്റെ വാപ്പയാണ് വാപ്പ. നിങ്ങളല്ലേ നമ്മളെ കുട്ടിയൊക്കെ ഗോളിന്റെ അടിച്ചിട്ടുണ്ട്. CR7 ഇങ്ങനെ നിർത്താം, അങ്ങനെ നിർത്താൻ നിൽക്കാണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. അതിനൊക്കെ ഞങ്ങളെ ശ്രീലങ്ക. ശ്രീലങ്ക നിങ്ങൾ ഇന്നും ഇന്നലല്ലേ കളി കാണാൻ തുടങ്ങി? അപ്പൊ ഞാൻ മിഞ്ഞാന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നീലേറെ വയസ്സുണ്ടോന്നേ. ഓനൊരു എംബാപ്പിയോ ഇജെങ്ങാനും ഇനി ഇവിടുന്ന് ക്ലബ്ബൊക്കെ കളി കാണാൻ പോ. അല്ലെ പുറ ഞാനാണ് പൊളിച്ചേക്കാൻ. ഇവിടുത്തെ TV എല്ലാം ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി കേട്ടോ. അതിനെത്തൊരു കുഴപ്പം. അതിന് കളി കാണുന്നില്ല. അതന്നെ എറിഞ്ഞാൽ പൊട്ടിച്ചേക്കാൻ ഞാൻ TV. ആ കോയറ്റ് കളിച്ചാൽ നിൽക്കരുത്. എന്റെ കാരണം എനിക്ക് TV വാങ്ങാൻ പൈസ അയച്ചാൽ നിന്നില്ലേ? അതിന്റെ പുട്ടടിച്ചിക്കാണ്ട് ഞാൻ പുട്ടല്ല അടിച്ച പൊറാട്ട തിന്ന്. പൊറോട്ട ആഹാ ഇതൊക്കെ കോയ ആരാന്നുള്ളത് ഞാൻ കോയിനായിട്ട് കളിച്ചേ. ചേലക്കാതെ യൂസ് പാജിന്റെ പേരീത്തെ ബാക്കി ടി വിയിൽ വാങ്ങിക്കൊടുത്തോ. പെരുന്തൽമണ്ണ ഇമേജ് പോയിക്കോ. എയിം എന്നാണ് അതിന്റെ പേര്. TV ഓടട്ടെ എന്നാണ്ട് ഓടും, നിക്കട്ടെ തറാ നിക്കും. ആളല്ല TV കടുന്നൊരു കുത്തിക്കേ. എന്റെ പേരും കൂടി ഇന്ന് ഞാൻ കാണിച്ചേരടാ. ഇന്നത്തെ കളി പോയിന്റ് എടുത്താന്റെ പേരും കൂടി മൂട് ഇങ്ങനെ പൊന്തിച്ചേ. കുഞ്ഞാപ്പോ നോൺ പറക്കുമ്പോ ഫ്രൂട്ട്സിന് കൊണ്ടോ എല്ലാം കേറി 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 എന്റെ കൂട്ടിന് കൂട്ടാ മാത്രം ഞങ്ങള് എവിടെക്കല്ലേ ഗൂഡ്സ് വാങ്ങാൻ പറഞ്ഞേ. ഗൂഡ്സോ ഫ്രൂട്ട്സ് എന്നിട്ട് എഴുതികളോ? ആരാ എഴുതിയേ? അടച്ച തമ്പുരാനെ ഞങ്ങടി പോയി ബസ്സാകാൻ വെച്ചാ അങ്ങനെ അടിക്കാൻ ഞാൻ വായിച്ചോക്കട്ടെ. ഒന്ന് മണ്ടിയേരിന്ന്. ആരെ മണ്ടിയേരു? മന്തിയരി 1 കിലോ തന്നെ നല്ല കയ്യസര എന്റെ വീട്ടില്. ബർക്കത്തൊന്ന് ബർക്കത്തൊന്നൊന്നും പോരാ, ഒരുപാട് വേണം. അല്ല തന്നെ ഓ എന്റെ കുട്ടി നല്ല കുട്ടി. അപ്പിള്ള ഒരു കലം അത് ആപ്പിൾ 1 കിലോ ആണ്. തന്നെ എന്റെ സ്വത്ത് എന്റെ മുത്തിന്റെ എഴുത്താണ്. എന്താ എന്റെ വിവരം? വെയിലുള്ള കേട്ടോ. സ്റ്റവ് പൊരി ഓന്റെ കുൽസോ അടുപ്പത്തച്ച് പൊരിച്ചേ സ്റ്റവ് വെച്ച് പൊരിച്ച് എന്തെങ്കിലും ചെയ്തോ. അത് ഇതിലെ എഴുതേണ്ട ആവശ്യം എന്താ? അതല്ല പക്ഷേ അത് സ്ട്രോബെറി ആണ്. തന്നെ മൈ സൺ ഇത്ര വിവരം എനിക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ. നല്ല വിവരാണ്. നോമ്പ് തുറക്കുമ്പോൾ കരോക്കെ അയ്യവ അതിന്റെ കമ്മിയും കൂടി നമ്മളെ പരിയിലുണ്ടായിരുന്നു. ആരെ വരുന്നു? സലീം കൊടുത്തു. പിന്നെ സാഫി കൊല്ലം, പിന്നെ കണ്ണൂർ സീനത്തേറ്റ് വരുന്നുണ്ടോ? അങ്ങനല്ലേ, അത് നോമ്പ് തുറക്കുമ്പോ ഉള്ള കാരക്കാണ്. പക്ഷേ കാരക്കൊക്കെ കരോക്കാന്ന് എഴുതാ. അന്നേ പീഡിക്കല്ല ആദ്യം പറയണ്ടേ. ലേൺ വേവ് എന്ന് ഇറങ്ങുന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. വെറും 20 ദിവസം കൊണ്ട് എഴുതാനും പഠിച്ചും വായിച്ചാനും പഠിച്ചും. വാ നീ ചെപ്പ തന്നെ പോവാ. അപ്പൊ നോമ്പ് തുറക്കുമ്പോഴുള്ള ഗൂഡ്സൊക്കെ ഇനി പഠിപ്പ് കഴിഞ്ഞിട്ട് കൗത്ത് ഒടിഞ്ഞിക്കണം. പക്ഷേ ഇപ്പൊ ശരിയായില്ലോക്ക നേരായി നടക്കേ.